Dear students, welcome to Learner's World. In this video, I am going to talk about to solve textual questions and activities. Part 3, Kerala Syllabus 7th Standard English New Textbook, Unit 1, A Robot with a Virus. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി ആക്ടിവിറ്റീസാണ്. നാലാമത്തെ ക്വസ്റ്റ്യനാണ് റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. നമ്മുടെ കഥയിൽ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലെ ഒരു ഭാഗമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അച്ഛനും റിക്കിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Father, a robot is a wonderful device. Look at the things it can do. റോബോട്ട് ഒരു വിചിത്രപരമായിട്ടുള്ളൊരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ്. അത് നോക്ക് അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ റിക്കി പറയാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. റോബോട്ടുകൾ നമുക്ക് നല്ലത് ചെയ്തതിനേക്കാൾ നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. Father, you are wrong, Ricky. You don't understand how a robot works. നീ പറഞ്ഞത് തെറ്റാണ് റിക്കി, നിനക്കറിയില്ല എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിക്കി പറയാണ്, ഐ ക്യാൻ എഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ റോബോട്ട് ഒരു വലിയൊരു പ്രശ്നമാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കഥയിലെ ഒരു ഭാഗം. ഇനി നമ്മളോട് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്? പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്തത്, അതായത് യോജിക്കാൻ കഴിയാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ യോജിക്കാൻ കഴിയുന്നത്, അംഗീകരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസഗ്രിമെൻറ്റിൻ്റെ എക്സ്പ്രഷൻസ് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. ഇത് ഫാദർ റിക്കിനോട് പറയാണ്, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ റോബോട്ട് വർക്ക്സ്. അതായത് നിനക്ക് എങ്ങനെയാണ് ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നതെന്ന് നിനക്ക് അറിയില്ല എന്നുള്ളത് ഒരു ഡിസഗ്രിമെൻറ്റിനുള്ള ഒരു എക്സ്പ്രഷനാണ്. അടുത്തത് നോക്കാം. ഐ ക്യാൻ എഗ്രി വിത്ത് യു, റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റിക്കി പറയുന്നതാണ്, ഐ ക്യാൻ എഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എനിക്ക് നീ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരു റോബോട്ട് പ്രോപ്പർലി പ്രോഗ്രാം ചെയ്തില്ല എങ്കിൽ അതൊരു വലിയൊരു പ്രോബ്ലമാണ് എന്നുള്ളത്. അടുത്തത്, ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഇത് റിക്കി പറയുന്നതാണ്. ഇതും ഒരു ഡിസഗ്രിമെൻറ്റിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, അടുത്തത്, നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതുൽ ആൻഡ് അഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികൾ, അവർ തമ്മിൽ ഉള്ളൊരു കോൺവെർസേഷനാണ്, ഒരു സംഭാഷണമാണ്. അവർ റോബോട്ടിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് റീഡ് ചെയ്യാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത്. റീഡ് ചെയ്യാം. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് ക്യാനോട്ട്. അപ്പോൾ അതുൽ പറയാണ്, ഞാൻ വിചാരിക്കുന്നത് റോബോട്ടുകളൊക്കെ ഓസമാണ്, അവർ ഒരുപാട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം അഞ്ജു പറയാണ്, യെസ് അതുൽ, ഐ അഗ്രി, ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദെം ടു. അപ്പോൾ അഞ്ജു പറയാണ്, ഞാൻ നിന്നോട് യോജിക്കുന്നുണ്ട്, അവരൊരുപാട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ഡൗൺ സൈഡ്സ്, അവർക്കും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, പോരായ്മകളുണ്ട് എന്ന് പറയണം. അപ്പോൾ അതുൽ പറയാണ്, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫേസ്റ്റ്. റോബോട്ട്സ് ക്യാൻ വർക്ക് 24 hours വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അപ്പോൾ അതുൽ പറയണം, ഞാൻ നിന്നോട് യോജിക്കുന്നുണ്ട്, റോബോട്ടിന് ലിമിറ്റേഷൻസ് ഉണ്ട്, പോരായ്മകളുണ്ട്, പക്ഷേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെ മേന്മകളാണ്. റോബോട്ട്സ് ക്യാൻ വർക്ക് 24 hours. അതായത് ഒരു റോബോട്ട് 24 hours 24 മണിക്കൂറും ഒരു ക്ഷീണവും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. 7 days അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിൽ പറയാണ്.
അപ്പം അഞ്ചു പറയാണ് ദാറ്റ്സ് ട്രൂ, ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ് എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. ശരിയാണോ നീ പറഞ്ഞത്? അവർ സൂപ്പർ ഹെൽപ്പേഴ്സാണ്. അവർ ഫാക്ടറികളിലൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വേഗത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാണ് എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. അതുപോലെ അവർക്ക് മനുഷ്യർക്ക് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ റോബോട്ട്സിന് പോകാൻ കഴിയും. ഡീപ്പ് സീ, കടലിൻ്റെ ആഴത്തിൽ, ഔട്ടർ സ്പേസിലൊക്കെ പോകാൻ കഴിയും. അപ്പോൾ അഞ്ചു പറയാണ് ഐ സീ യുവർ പോയിൻറ്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. അപ്പോൾ അഞ്ചു പറയാണ് പക്ഷേ അവർക്ക് എങ്ങനെ ആളുകളില്ലാതെ ദൂരെ അവർക്ക് പോയിട്ട് എങ്ങനെ അവർ ജോലി ചെയ്യുന്നത്? അപ്പോൾ അതിൽ പറയാണ് യു ഹാവ് എ ഗുഡ് പോയിൻറ്റ്, ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. അതാണ് ഒരു റോബോട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ്, പോരായ്മ എന്ന് പറയാണ് അതുൽ. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. പക്ഷേ അവർക്ക് റോബോട്ടിക്സിൻ്റെ ഫീൽഡിൽ അവർക്ക് പുതിയ ജോലികൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയണം. അഞ്ചു ദാറ്റ്സ് ട്രൂ, ബട്ട് നോട്ട് എവറി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്, ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും റോബോട്ട്സിന് വാങ്ങാൻ കഴിയില്ല. കാരണം റോബോട്ട്സ് ഒരുപാട് കോസ്റ്റ്ലിയാണ്, ഒരുപാട് എക്സ്പെൻസീവാണ്, നല്ല ക്യാഷ് കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്, നല്ല ചിലവുള്ള ഒരു കാര്യമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അതിൽ ഐ എഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അപ്പോൾ അതിൽ പറയാണ് അതിനോട് ഞാൻ യോജിക്കുന്നു. അതിൻ്റെ വില ഒരു റോബോട്ടിനെ വാങ്ങണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്, അതൊരു പ്രശ്നമാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷേ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, എങ്ങനെയാണ് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാ? ഡിസേബിൾഡ് പീപ്പിൾ. ഓക്കെ, അവരൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം അഞ്ചു പറയുക ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലിവ്സ് ഇൻ മെനി വേയ്സ്. അതൊരു റോബോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു മേന്മയാണ്. റോബോട്ട്സ് പല രീതിയിൽ നമ്മുടെ ലൈഫിൽ റോബോട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ, അതിലും അഞ്ചും തമ്മിലുള്ള കോൺവെർസേഷൻ. ദ സെൻറ്റൻസസ് അബൌവ് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ അഗ്രിമെൻറ്റിന് കാണിക്കുന്ന, അതായത് യോജിക്കുന്ന സെൻറ്റൻസുകളുണ്ട്, യോജിക്കാത്ത സെൻറ്റൻസുകളുണ്ട്. റൈറ്റ് ദ സെൻറ്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ബോക്സ് ബിലോ. അപ്പോൾ എഗ്രിമെൻറ്റിന് കാണിക്കുന്ന സെൻറ്റൻസുകൾ ഇവിടെ എഴുതുക, ഡിസഗ്രിമെൻറ്റിന് കാണിക്കുന്ന സെൻറ്റൻസുകൾ ഇവിടെ എഴുതുക ഈ ഒരു കോൺവെർസേഷൻ വായിച്ചതിന് ശേഷം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നു, ഡിസഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്, ഇത് എഗ്രിമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിസഗ്രിമെൻറ്റ് ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. അതായത് ഞാൻ എഗ്രി ചെയ്യുന്നു, അവരൊരുപാട് വർക്ക്സൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ദർ ആർ ഓൾസോ ഡൗൺ സൈഡ്സ്, അതിന് ഒരുപാട് പോരായ്മകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ആൻസേഴ്സ് കണ്ടെത്താം. എഗ്രിമെൻറ്റിൽ വരുന്നതാണ് യെസ് അതുൽ, ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ദെൻ ദാറ്റ്സ് ട്രൂ, എക്സാക്ട്ലി, ഇതൊക്കെ എഗ്രിമെൻറ്റിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദെൻ ഡിസഗ്രിമെൻറ്റിൽ വരുന്നത് but there are downsides to them too. I see your point, but what about robots taking jobs away from people? That's true, but not everyone can afford robots. Okay, അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Let us conduct a debate in the class on we cannot live without mobile phones. അതായത് ക്ലാസ്സിലൊരു ഡിബേറ്റ് സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ വിഷയം ഇതാണ്, വി ക്യാനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. നമുക്ക് മൊബൈൽ ഫോൺസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഫോം 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പ്സുകളായിട്ട് ഫോം ചെയ്യുക. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദ ആർഗ്യുമെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ഒപ്പോസിറ്റ്. അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്നു. ഒപ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ നിരസിക്കുന്നു.
യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫോർ ദ ഡിബാറ്റ്. അപ്പോൾ ക്ലാസ്സിലൊരു ഡിബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. അതിൻ്റെ വിഷയം വി ക്യാനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. അതായത് മൊബൈൽ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിഷയം. 2 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ലെറ്റസ് ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അപ്പോൾ ഗ്രൂപ്പ് എൻ്റെയും ഗ്രൂപ്പ് ബിൻ്റെയും അവർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ഈ കോളത്തിലും അബ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ഈ കോളത്തിലുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് ഈ കോളത്തിലും, അബ്യൂസ് അതെങ്ങനെയാണ് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ട് ഈ ഒരു കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് അബ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം, ഉപയോഗം എന്താണെന്ന് നോക്കാം. യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ലോങ് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസസ് വിത്തൗട്ട് വയേഴ്സ്. അതായത് നമുക്ക് ആശയവിനിമയം നടത്താം ഒരുപാട് ദൂരമുള്ള ആളുമായിട്ടും അടുത്തുള്ള ആളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കാം. അതുപോലെ യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. വീഡിയോസ് ഇതൊക്കെ എടുക്കാൻ നമുക്ക് മൊബൈൽ ഫോൺ ഉപകാരമാണ്. യൂസ്ഡ് ഫോർ ഓഡിയോ റെക്കോർഡിംഗ്, സെൻഡിങ് മെസ്സേജസ്, വീഡിയോ കോൾ, സോഷ്യൽ മീഡിയ എക്സെട്ര. ഇതിനൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. ഓഡിയോ റെക്കോർഡിങ്ങിന്, മെസ്സേജസ് സെൻഡ് ചെയ്യാൻ, വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള. ഓക്കെ. പാരൻസ് ക്യാൻ കൺട്രോൾ ദി ചിൽഡ്രൻ ഇൻ ദ കേസസ് ഓഫ് എമർജൻസി. അതായത് എമർജൻസി കേസുകളിലൊക്കെ കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുമായി ബന്ധപ്പെടാനൊക്കെ പാരൻസിനൊക്കെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് മൊബൈൽ ഫോൺ. ഇനി അബ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് നോക്കാം. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ടു മച്ച് യൂസ് ഓഫ് മൊബൈൽ ഫോൺ മേ ഹാം അവർ ബ്രെയിൻ, ഐസ് എക്സെട്ര. നമ്മൾ ഒരുപാട് സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ നമ്മളെ ബ്രെയിനിനെ ബാധിക്കും, കണ്ണുകളൊക്കെ ബാധിക്കും. കൈൻഡ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. മൊബൈൽ ഫോൺ അമിതമായി യൂസ് ചെയ്താൽ നമുക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. റേഡിയേഷൻ മേ ബി ഡേഞ്ചറസ് ടു ഹെൽത്ത്. അതുപോലെ റേഡിയേഷൻ ഉണ്ടാകും, മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകും, അത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കും. അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ റീഡിങ് ഹാബിറ്റ്സ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം നമ്മുടെ ഒരു റീഡിങ് ഹാബിറ്റ്സ്, നമുക്ക് വായന കുറയാണ്, നമ്മൾ ബുക്കുകൾ വായിക്കുന്നില്ല. അതൊക്കെ ഒരു അബ്യൂസാണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജാണ് മൊബൈൽ ഫോണിൻ്റെ. ഓക്കെ, താങ്ക് യു.